ഹലോ, ഐ ഡോക്ടർ ശ്രുതി. സോ ഇന്ന് നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. നല്ല പല്ല് വേദനയൊക്കെ വരുമ്പോൾ ഡോക്ടർ നമ്മളടുത്ത് റൂട്ട് കനാൽ ചെയ്യാൻ പറയാറുണ്ട്. പക്ഷേ പലർക്കും എന്താണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് അറിയില്ല. സോ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ പല്ലുകളിൽ 3 ലെയേഴ്സാണ് ഉണ്ടാവുക. സോ ഈ പുറത്തുള്ള ലെയർ ഇനാമലിനായിരിക്കും. ഇതിൻ്റെ അകത്തുള്ള ഒരു യെല്ലോ ലെയറാണ് ഡെൻറ്റിൻ. പിന്നെ ഏറ്റവും സെൻറ്ററിലുള്ള ഭാഗമാണ് പൾപ്പ്. ഈ വേരിൻ്റെ ഭാഗമാണ് പൾപ്പ്. അപ്പോൾ നമുക്ക് ഡീപ്പായിട്ടുള്ള കേട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കേട് ഇനാമലും ഡെൻറ്റിനും കഴിഞ്ഞ് പൾപ്പിലെത്തുമ്പോഴാണ് ഭയങ്കര പെയിൻ ഉണ്ടാവുക. സോ നമ്മൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പല്ലിലൊരു ഹോൾ ഉണ്ടാക്കും. എന്നിട്ട് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വേരിൻ്റെ ഭാഗവും ഇൻഫെക്ഷൻസൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ ആദ്യം ഓപ്പൺ ആക്കി കഴിഞ്ഞ് ഒരു മരുന്നൊക്കെ വെക്കും, കുറച്ച് ഉപ്പുവെള്ളമൊക്കെ ആക്കി പല്ലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം ആ ചെറിയ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് പല്ലിൻ്റെ വേരിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കും. അതിനുശേഷം വേരിൻ്റെ ഭാഗം ആദ്യം ഫില്ല് ചെയ്യുന്നു, പിന്നെ മേലും കൂടെ ഫില്ല് ചെയ്യുന്നു. സോ ഇതോടെ നമ്മുടെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. പക്ഷേ ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പലരും ചെയ്യാറുള്ള ഒരു മിസ്റ്റേക്കാണ് ക്യാപ്പ് ഇടാതെ പോവുക. നമ്മൾ ഈ അടച്ചു കൊടുത്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ പല്ലിൻ്റെ അത്ര സ്ട്രെങ്ത് ഉള്ളൊരു മെറ്റീരിയൽ ആയിരിക്കില്ല. സോ നമ്മൾ എന്തെങ്കിലും കട്ടിയുള്ള ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈ പല്ല് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ക്യാപ്പ് ഇട്ട് കൊടുക്കുന്നത്. സോ ഈ ക്യാപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് അത്യാവശ്യം കട്ടിയുള്ള ഫുഡൊക്കെ കഴിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. പല്ലിനൊരു ഡാമേജും വരില്ല.